അടുത്ത വീഡിയോ ഉണ്ടല്ലോ, ഈ ഒരു ഉടുപ്പല്ല, സോറി, ഈ ഒരു നൈറ്റി ഉണ്ട്. ഈ ഒരു നൈറ്റി ഞാൻ കണ്ടിഷ്ടപ്പെട്ടു. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാനിങ്ങനെ മാർക്കറ്റിലൂടെ പാസ് ചെയ്തപ്പോൾ നമ്മളെ എന്താ പറയലേ, ധനലക്ഷ്മീൻ്റെ നൈറ്റ് കണ്ട്, അവരെ ബ്രാൻഡിലുള്ള നൈറ്റ് കണ്ട് ഒരു ഷോപ്പിൽ നിന്ന്. അങ്ങനെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടാണ്. അങ്ങനെ ഞാൻ എടുത്ത പ്രൊഡക്റ്റ് ആട്ടോ ഇത് കണ്ടാണ് ഫ്രണ്ടിലും ബാക്കിലും നിറയോടെ ഉണ്ടോ ഈ ഒരു നൈറ്റ് അവർ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. എനിക്ക് നല്ല ഇഷ്ടമായി. കണ്ടപ്പോൾ തന്നെ എനിക്ക് അതിൽ കൂടെ നമ്മൾ ലേഡീസിൻ്റെ പിങ്ക് കളറും, അതും ഡാർക്ക് പിങ്ക് കളറ്, അതിൽ കൂടെ അവരെ ആ ഒരു നൈറ്റുമുള്ള ഹൈലൈറ്റർ വർക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പൈസക്ക് ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. ബ്രാൻഡിനും ക്വാളിറ്റി ഉണ്ട്, പൈസക്കും ക്വാളിറ്റി ഉണ്ട്, വെറുത്തുമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്ര റേറ്റ് ഒന്നും കൊടുത്താലും ഒരിക്കലും ഉണ്ടല്ലോ ഈ ഒരു നൈറ്റൊന്നും കേട് വരാൻ പോകുന്നില്ല. എത്ര കാലം നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ നൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ആക്കുക, ഞാൻ നിങ്ങളുടെ അഡ്രസ്സിൽ കൊറിയർ അയക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ XXL സൈസ് ആട്ടോ എടുത്തിട്ടുള്ള ആ ഒരു നൈറ്റ്. അടുത്ത പ്രോഡക്റ്റ്, ഈ ഒരു നൈറ്റ് ഞാൻ മീഷോ ത്രൂ വാങ്ങിയതാണ്. പക്ഷേ ഞാനിത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പിക്ചർ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ കൈ കിട്ടിയപ്പോൾ ആ ഒരു പിക്ചറിൻ്റെ ഷോ ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് റിട്ടേൺ ആക്കണമെന്ന് വിചാരിച്ചു. റിട്ടേൺ ആക്കണമെന്ന് വിചാരിച്ച് മാത്രമല്ല, റിട്ടേൺ ആക്കാൻ നമ്മളെ പ്രോസസ്സിങ്ങിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളെ എന്താ പറയല്, അൺബോക്സിങ് വിദഗ്ധയായിട്ടുള്ള ആ ഒരു വ്യക്തിയാണ് കേട്ടോ ഈ ഒരു കവർ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തത്സമയത്തിന് ശേഷം നമുക്കിത് ഓപ്പൺ ആയി കിട്ടുന്നതാണ്. ഇങ്ങനെയൊക്കെ പറയണമെന്ന് വിചാരിച്ചതല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓളെ കളിക്കാൻ വേണ്ടിയിട്ട് പറയണം കേട്ടോ. ഓളെ വെറുതെ ഇങ്ങനെ ചൂടാക്കാൻ വേണ്ടി പറയണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് എന്താ പറയലേ, ഇതൊരു സാറ്റിൻ ക്ലോത്തിലാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാറ്റിൻ ക്ലോത്ത് ഇതിന് ബാക്കിൽ കെട്ടൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു നൈറ്റിക്ക്. പക്ഷേ ഇത് കണ്ടാൽ എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഇതിൻ്റെ ഒരു പ്രിൻ്റ്, ഇതിൻ്റെ ഒരു മെറ്റീരിയലൊന്നും കുഴപ്പമില്ല, പക്ഷേ ഇതിൻ്റെ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊന്നും എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഇതാണ് ഈ ഒരു മാക്സിൻ്റെ. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു മാഗസിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടാൽ ഇത് തന്നെ താഴോട്ട് വരെ ഇത് തന്നെ. അപ്പോൾ ഈ ഒരു മാഗസിൻ തീരെ ഇഷ്ടമായില്ല, സത്യമായിട്ട് ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് ഞാനിത് റിട്ടേൺ പ്രോസസ്സിങ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കണ്ടില്ല, ഇങ്ങനത്തെ ഒരു കിട്ടണ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വന്നിട്ടുള്ള ആ ഒരു 200 ഇത്രയേ ഉള്ളൂ തോന്നുന്നു മീഷോന്ന്. കാരണം മീഷോയിൽ മാത്രമല്ല, ആമസോണിൽ എല്ലാത്തിലും ഇപ്പോൾ സെയിൽ നടക്കുകയാണ്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഗോഡോൺ കൊറിയർ അങ്ങനെ എന്തോ വന്നിട്ടുള്ള. ഞാൻ ഇവിടുന്ന് ആദ്യം കേട്ടോ ഈ ഒരു ഇന്ത്യ കൊറിയർ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇവിടുന്ന് ഒരു ഓഫീസിൽ നിന്ന്, അവരുടെ ബ്രാഞ്ചിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്യണം കേട്ടോ. DTD ത്രൂ അല്ല. പിന്നെ എന്താ പറയുകയെന്ന് വെച്ചാൽ എന്തോ വെച്ചിട്ടുണ്ടോ അവരൊരു കമ്പനീൻ്റെ പേര് വന്നിട്ടുള്ളത്, കൊറിയർ ഓഫീസിൻ്റെ. അപ്പോൾ എനിക്കൊന്ന് എക്സാമിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ ഒരുപാട് മിസ് കോൾ ഫോണിൽ. അപ്പോൾ നോക്കിയപ്പോൾ ഇവരെ വിളിച്ചപ്പോൾ ഇവർ പറഞ്ഞ് ഒരു കൊറിയർ റിസീവ് ആയിട്ടുണ്ടെന്ന്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ഒരു പേപ്പറും കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കണില്ല. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗോൾഡാട്ടാ. ഇപ്പോൾ ബാപ്പാനും മാനും അല്ലാത്ത എല്ലാം ഓൺലൈനിൽ പൈസ കൊടുത്താൽ കിട്ടാണ്ട്, അത്രേ പറയുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇതിൽ എല്ലാം നന്നായിട്ട് ഇവരെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കൊടുക്കുക. നല്ല അടിപൊളി ബ്രാൻഡാണ് കേട്ടോ അവരത്. 9K 916 പാദസരം, 916 9K പ്യൂരിറ്റി വന്നിട്ടുള്ള ഗോൾഡ്. ഞാനിവരത്തെ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടാണ് ഈ ഒരു സാധനം അവരെ സൈറ്റിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് ഓർഡർ എടുത്തത് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. നമുക്ക് ഗോൾഡും ഉണ്ട്, ഗോൾഡിനും കാട്ടിയും 1 പവൻ്റെയൊക്കെ അതിലാറ് കൂലും ഉണ്ട്. നമ്മളിട്ടാൽ കൂല് എന്നല്ല പറയുക, കൂലും ഉണ്ട്. അപ്പോൾ നല്ല എനിക്കിഷ്ടമായി. പക്ഷെ ഞാൻ ഇതേ സെയിം അരപ്പവലിൽ വാങ്ങിയിട്ട് ആംഗ്ലറ്റ് തീരെ കട്ടിയില്ല, കാണാൻ പോലൊരു ഷോ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ പറ്റിച്ചതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണോ ഓൺലൈനായിട്ട് ഗോൾഡൊക്കെ എടുക്കുമെന്ന്. ഓൺലൈനിൽ ഗോൾഡ് എടുക്കാൻ പാടില്ല, എൻ്റെ ഒരു അറിവിൽ ഞാൻ പറയട്ടോ, നിങ്ങളൊരിക്കലും എടുക്കരുത്. പക്ഷെ നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ നമ്മളെ കോളേജ് കുട്ടികൾക്ക്, അതുപോലെ നമ്മളെ വീട്ടിൽ ഇപ്പോഴത്തെ ഗോൾഡൊക്കെ നന്നായിട്ട് റേറ്റ് കൂടിയിരിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, അപ്പോൾ ഇങ്ങനത്തെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസാണ് അപ്പോൾ എല്ലാവരും ഇട്ടുകൊണ്ടിരിക്കണം. കോളേജ്
കോളേജ് കുട്ടികൾ, കല്യാണം കഴിഞ്ഞ ആളുകൾ, അതുപോലെ നമ്മളെ വീട്ടിൽ ഉമ്മാരൊക്കെ അങ്ങനത്തെ പ്രായമുള്ളവരൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ഗോൾഡുകളാണ് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം ഈ 9 ക്യാരറ്റിൽ ഞാൻ ഇതിന് കൊടുത്തത് എത്ര നിങ്ങൾക്കറിയോ? 9 കേക്ക് വെറും 25 രൂപ. ഈ 25 രൂപയ്ക്ക് ഇത്ര കൂടുതലുള്ള ഗോൾഡ്, ഒരു പവനം കാട്ടി കൂടുതലുള്ള ഗോൾഡ് വേറെ എവിടെ നിന്ന് നമുക്ക് കിട്ടാൻ? അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനോ, ഇതിൽ അവർക്ക് നമ്മൾ ഏത് കസ്റ്റമേഴ്സ് മോഡൽ അവർക്ക് അയച്ചു കൊടുത്താൽ അവർ അതേപോലെ നമുക്ക് ഉണ്ടാക്കി തരും. പക്ഷേ ഒരു മാസത്തോളമൊക്കെ ഡിലേ എടുക്കും കേട്ടോ. 30 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ കൈ കിട്ടിയത്. എന്നാലും അൽഹംദുലില്ലാ എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചവർ ഉടായിപ്പാന്നൊക്കെ വിചാരിച്ച്, അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുമല്ല ഇതിൻ്റെ കളർ, ഈ ഗോൾഡിൻ്റെ കളർ നമ്മൾ കുറച്ച് കഴിഞ്ഞാലുണ്ടല്ലോ മാറുമല്ലോ, നിറം മങ്ങുമല്ലോ. അപ്പോൾ ഇവരോട് തന്നെ പറഞ്ഞാൽ ഇവരത് ഈ ഒരു ഫുള്ള് ഒറിജിനാലിറ്റി ഗോൾഡാട്ടാ, അവരത് കളറും ചെയ്തൊരു ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഗോൾഡിനും കാട്ടി ഷോയുമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പവനിലേറെ ഷോ വരുന്നുണ്ട് ഈ 9 ക്യാരറ്റിന്. അപ്പോൾ നിങ്ങൾ കണ്ടാണ്. അപ്പോൾ വില അത്ര ഇല്ല. ഇന്നത്തെ കാലത്ത് അത്രയും വില കൊടുത്ത് ഒരു പവന് 2 പവനൊക്കെ എടുക്കണം ഡെയിലി പർപ്പസിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് എടുത്താൽ പോരെ. ലാഭമാണ്, അത്ര പൈസയും കൊടുക്കണ്ട. ഇത്രയും തളച്ച് പൊന്തി നിൽക്കുന്ന പൈസ നമ്മൾ കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഇത്രയും കൊടുത്താൽ മതി. എത്ര ഈ ഒരു പറഞ്ഞ എമൗണ്ട്. അപ്പോൾ ഇതിൽ ആംഗ്ലറ്റ് മാത്രമല്ല കേട്ടോ, അവരുടെ ഷോപ്പിൽ വാച്ചസ് ഉണ്ട്, ഗോൾഡിൻ്റെ വാച്ചൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനൊരു ഇൻസ്റ്റഗ്രാം പേജിലാണ് കാണുന്നത്. പിന്നെ അതുപോലെ ഗോൾഡിൻ്റെ വാച്ച് ഞാൻ കുറേ വിചാരിച്ചിരുന്നു ഒന്ന് വാങ്ങണം എന്നൊക്കെ. എനിക്കിപ്പോൾ ഈ എക്സാമിന് അങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ടൊക്കെ ഈ വാച്ച് അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ ഇത് കണ്ടാൽ നിങ്ങൾ കാൽമലിട്ട ഷോ ആണിത്. നല്ല അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ. അവരതിൽ കുട്ടികൾക്കൊക്കെ ഉള്ള വളകളുണ്ട്. നമ്മൾ എന്ത് വള, മോതിരം, കമ്മൽ, അതുപോലെ കൈച്ചെയിൻ, എന്ത് കസ്റ്റമൈസ് ചോദിച്ചാലും ഫോട്ടോ അയച്ചു കൊടുത്തോ, അവർ അതിലാറ് വൃത്തിക്ക്, ആ ഫോട്ടോത്തിലാറ് വൃത്തിക്ക് നമുക്ക് കയ്യിലെത്തിച്ചിരും. അതാണ് അവരുടെ ഷോപ്പിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ. ഞാൻ അവർക്ക് പ്രൊമോഷൻ ഉണ്ടാക്കി കൊടുക്കുന്നല്ല കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ സാധനം നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. ആ ഒരു സാധനത്തിൻ്റെ റിസൾട്ട് നിങ്ങളോട് പറയാം. ഞാൻ ഫസ്റ്റ് ഇത് ഒരുപാട് ഓൺലൈനായിട്ട് പഠിച്ചോനെ, ഇത് പൈസ പോവോ, എങ്ങനെ ഉണ്ടാവും, ഇപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. നമ്മൾ അരപ്പാനൊരു പാൻ്റെ ഷോ പോലും കിട്ടുമോ ഇത് 9 ക്യാരറ്റിൽ കിട്ടുമ്പോൾ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ വിചാരിച്ചതിലേറെ എക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്കിത് കൈ കിട്ടിയപ്പോൾ. ഞാൻ അത്ര വിചാരിച്ചില്ല ഗൈസ്. അപ്പോൾ ഇത് എൻ്റെ അടുത്തുള്ള ഫാൻസിൻ്റെ ആംഗ്ലൈറ്റ് ആട്ടോ. ഫാൻസി ആണല്ലോ ഇപ്പോൾ എല്ലാവരും പൊതുവെ യൂസ് ചെയ്യാറ്. അപ്പോൾ ഫാൻസിൻ്റെ ആംഗ്ലൈറ്റാണ്. ഇനി ഇത് ഷോപ്പ് കൊണ്ടുപോയിട്ട് ഞാനിപ്പോഴത്തെ ആംഗ്ലൈറ്റ് ഷോപ്പ് കൊണ്ടുപോയി മുറുക്കിക്കണം. അപ്പോൾ ഇത് കണ്ടാൽ ഇത് കണ്ടാൽ ഇങ്ങോട്ട് നിങ്ങൾ തന്നെ പറയും ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും ഈ ഒരു റേറ്റിന്? ഒരു പവനിലേറെ പുലിമ തോന്നണേ, നല്ല കൂല് തോന്നണ പാദസരങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? ഞാൻ കസ്റ്റമൈസ് ചെയ്തിലേറെ പ്രതീക്ഷിച്ചതിലേറെ അടിപൊളിയായിട്ട് അവരെനിക്ക് 30 ദിവസം ഡിലേ വന്നാലും അവരെനിക്ക് നല്ല അടിപൊളിയായിട്ട് ഭംഗിയൊക്കെയാണ് കയ്യിൽ തന്നത്. അത്രയ്ക്ക് സേഫ്റ്റി സുരക്ഷയോടാണ് അവരെനിക്ക് ഈ പറഞ്ഞിട്ടുള്ള ഈ ഫസ്റ്റാണ് ഞാൻ ഇവിടുന്ന് കൊറിയർ ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യണം എൻ്റെ സാധനം. അതുകൊണ്ട് ആ കൊറിയർ ഓഫീസ് പരിചയപ്പെടാനും പറ്റിയിട്ടാണ്. അങ്ങനെ ഒരു കൊറിയർ ഓഫീസർ ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്നും പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ ഇനി അത് ഗോൾഡ് ഷോപ്പിൽ പോയിട്ട് മുറുക്കിക്കും വേണം, അല്ലെങ്കിൽ ശരിയാവില്ല. കാരണം ഇത്രയും പൈസ ഗോൾഡിന് കത്തി നിൽക്കുന്ന സമയത്ത് മുറുക്കിക്കാതെ വന്നാലേ പോയാൽ പിന്നെ ഉത്തരവാദി ആകാൻ പറ്റൂലല്ലോ. അപ്പോൾ ഈ ഒരു സാധനം അതിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ. അത് ഇതിലാണ് പൊതിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സാധനം കിട്ടുമ്പോൾ നമുക്കുണ്ടല്ലോ നമ്മൾ മറ്റേ സ്വഭാവം എടുക്കുക. അതായത് ഈ ഒരു സാധനം കാണുമ്പോൾ ഈ ഒരു മുടമുടകൾ പൊട്ടിക്കണ ആ സ്വഭാവം ആരും വെറുതെ വിടൂലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് പിന്നെ മിൻട്രേന്ന് വന്നതാണ് ലാസ്റ്റ്. മിൻട്രേന്ന് ഞാനിങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കിയിരുന്നു. അപ്പോൾ ആ സമയത്താണ് എനിക്ക് കോൾ വന്നത്, ഇത് മിൻട്രേന്ന് ഡെലിവറി ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഇത് മിൻട്രേന്ന്. പക്ഷേ ഇത് ഞാൻ എനിക്കെടുത്തതല്ല. ഞാൻ 8 to 9 വയസ്സിനെടുത്തതാണ്. പക്ഷേ ഇതാണെങ്കിൽ വലിയൊരു വയസ്സാവുന്നത്. ഈ പോലെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നു, അത് മോൾക്കായിരുന്നു. പക്ഷേ വന്നത് എൻ്റെ സൈസിലാണ്. ഇങ്ങോട്ടും കൂടെ ഒരാൾ കച്ചറുണ്ടാക്കിയിരിക്കും, എല്ലാം എൻ്റെ സൈസിലാണ് വരുന്നത്, എനിക്കൊന്നുമില്ലയാണ്. അപ്പോൾ ഇത് നേരെ റിട്ടേൺ പോകാനുള്ളതാണ് ഇനി. അപ്പോൾ എനിക്ക് തോന്നുക ഞാൻ ഓള സൈസിൽ ഓർഡർ ചെയ്യണതൊക്കെ എൻ്റെ സൈസിൽ വരിക. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ഞാൻ കറക്റ്റാണ് ഓർഡർ ചെയ്തിരുന്നത്, കറക്റ്റ് സൈസ് കാര്യങ്ങളൊക്കെ എടുത്ത് കാണ്ടിരുന്നു. പക്ഷെ ഇതാണ് ഓൾക്ക് ഇഷ്ടപ്പെട്ട തീമായിരുന്നു. പക്ഷെ എന്താ ഇതില്ല.